പൊന്നുമോൻ ഇവിടെ വന്നിരിക്കുകയാണല്ലേ, എന്നെ അമ്മയുടെ കയ്യിലും ഒറ്റക്കിട്ട് കൊടുത്തിട്ട് വന്നിട്ട് തല്ലുകൊള്ളാനായിട്ട്. നിനക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടോടാ? ഇല്ല, തീരെ ഇല്ല. അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയെന്ന് തോന്നുന്നു പൊന്നുമോന്. പോടാ തെണ്ടി സാമദ്രോഹി. എനിക്ക് അതിലും അറിയായിരുന്നു നിനക്ക് ഒരു മനസ്സാക്ഷിയില്ലെന്ന്. നൈറ്റ് ആകട്ടെ, ഞാൻ കാണിച്ചു തരാം. അയ്യേ, എന്ത് കാണിക്കാൻ? അതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടതല്ലേ, അത്രയ്ക്കൊന്നും ഇല്ല, കാണിക്കാൻ മാത്രം. കേട്ടാ? എടാ മരപ്പട്ടി, കാണിക്കാൻ മാത്രം ഇല്ലെന്നല്ലേ? ഇന്ന് നൈറ്റ് ആവട്ടെ, എൻ്റെ വിശ്വരൂപം മുഴുവൻ നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കുന്ന കാര്യാ അമ്മയുടെ പൊന്നുമോൻ പറയുന്നത്? ഈ അമ്മയും കൂടെ ഒന്ന് കേക്കട്ടെ. അമ്മയാ? അതൊന്നും ഇല്ലമ്മ, ഞാൻ ഇവന് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ. പാവം. റൂമൊക്കെ അമ്മ കാണിച്ചു കൊടുത്തണം. മോനെ താഴത്ത് നിന്റെ റൂമിൽ പോയി കിടക്കാൻ നോക്ക്. കേട്ടല്ലോ, ചെല്ല് ചെല്ല്. താഴെ പോയി കിടക്കാനാ? ഞാൻ ഒന്നും പോത്തില്ല, ഞാൻ ഇവൻ്റെ കൂടെ തന്നെ കിടക്കത്തുള്ളൂ. അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് രണ്ടുണ്ട. ഒരുമിച്ച് കിടക്കുന്നേക്കേ കല്യാണം കഴിഞ്ഞ്. ഇനി അധികം വെയിറ്റ് ഒന്നും ചെയ്യണ്ടല്ലോ, 2 ദിവസമല്ലേ ഉള്ളൂ. അടങ്ങ് കേട്ടാ, മരയ്ക്ക് പോയി കിടക്കാൻ നോക്ക്. അയ്യോ എൻ്റെ നെഞ്ചു വേദനിക്കുന്നേ, അയ്യോ എൻ്റെ നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകേ. അമ്മ എനിക്ക് ഒട്ടും വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് നെഞ്ചു വയ്യ. അയ്യോ എൻ്റെ മോൻ എന്ത് പറ്റി? അയ്യോ എന്ത് പറ്റിയടാ മോനെ? അവൻ്റെ ഒരു കള്ളവേദന. വേഷം കൊണ്ട് എടുക്കാതെ പോയി കിടക്കാൻ നോക്കി കിടക്കാം. ചെല്. ഏറ്റില്ലല്ലേ? എന്നാ ഞാൻ പോട്ടെ, ബായ്. എനിക്ക് വയ്യ, ഇതൊന്ന് ആരോട് പറഞ്ഞാ ചിരിക്കുക. അങ്ങനെ ഒരുവിധ റൂമിൽ നിന്ന് ഇറങ്ങി. അവൻ ഉറങ്ങിക്കാണോ? പോയി വിളിച്ചു നോക്കാം. പൊന്നുമോൻ എങ്ങോട്ടാ പാത്തും പതുങ്ങി? അമ്മയാ? അമ്മ എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് 10-48 വർഷമായി. അമ്മ വന്ന കണക്കെടുക്കാൻ ഇറങ്ങിയതാണോ പൊന്നുമോൻ? അതും രാത്രി അവന്റെ റൂമിന്റെ വാതില്. അതറിയണമെങ്കിൽ അമ്മയുടെ അടുത്തല്ലേ വരണ്ടേ? പൊന്നുമോനെ ഇങ്ങ് വാ, അമ്മ പറഞ്ഞുതരാം. മോനെ വന്നേ, വേഗം വന്നേ. അത് വേണ്ടമ്മ, എനിക്കറിയണ്ട. അതെങ്ങനെ ശരിയാകും? ഞാൻ പറഞ്ഞു തരാടാ, നിങ്ങോട്ട് വാടാ. അവന്റെ ഒരു അന്വേഷണം, അതും പാതിരാത്രി അവന്റെ റൂമില്. നിനക്ക് രാവിലെ കിട്ടിയൊന്നും പോരെ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേണ്ട, ശരി, ഞാൻ പോവാ. പോടാ. നാഥ്, ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, കാണാൻ പോവല്ലേ, പിന്നെന്തിനാ പറഞ്ഞറിയിക്കുന്നേ? കണ്ട് തന്നെ മനസ്സിലാക്കിക്കോ, കേട്ടാ? എന്നാ നമുക്ക് ചെയ്താലോ? എന്ത്? കല്യാണം കഴിഞ്ഞ് എല്ലാവരും എന്താ ചെയ്യുന്നത്? കിസ്. ആദ്യം നീ ശരിക്കും നോട്ടി ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. ആണോ? എങ്കിലേ മോനിങ്ങോട്ട് വന്നേ, നമുക്ക് വേഗം പോകാം. ഒരു സ്ഥലം വരെ പോകാനുണ്ട്, വേഗം വന്നേ. എടാ അമ്മ വിളിക്കുന്നു, അതൊക്കെ വിളിച്ചോളൂ, നീ ഇങ്ങോട്ട് വന്നേ. എടാ മക്കളെ, നിങ്ങൾ എങ്ങോട്ടാ? ചടങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ, എങ്ങോട്ടെങ്കിലും പോട്ടെ. മോനെ ആദി ബാക്കി വെച്ചാ മതിയായിരുന്നു. ഇതൊരു ആക്രാന്ത ചെറുക്കന്. എടാ ആദി, ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ, നൈറ്റ് ആകാറായി. നീ ഇനിയെങ്കിലും ഒന്ന് പറ, നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ പൊന്നുമോൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ മതി. ഇത് എത്തി, ഒരു 10 മിനിറ്റും കൂടെ. ഈ റൂട്ട് കണ്ടിട്ട് ഇത് അവിടെയല്ലേ? ഇവിടെയാണ് വരുന്നതെന്ന് എനിക്ക് നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമായത്. അത് എനിക്കറിയാം. ഇന്നത്തെ നമ്മുടെ ദിവസം ഒരു സ്പെഷ്യലാക്കണമെന്ന് എനിക്ക് തോന്നി. അതിന് ഏറ്റവും നല്ല പ്ലേസ് ഇതാണെന്ന്. കാരണം നമ്മളെല്ലാം, നമ്മുടെ ഇഷ്ടവും എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നല്ലേ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ ലൈഫ്. അത് നീ പറഞ്ഞത് ശരിയാ,
നമ്മുടെ രണ്ടുപേരുടെയും ഫീലിങ്സ് നമ്മളിവിടെ വെച്ചല്ലേ റിവീൽ ചെയ്തത്. ആ നാഥ്, ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ? ആ, അതെന്തിനാ ചോദിക്കുന്നേ? ചെയ്തോ? എന്ത് ഫീലാ ഈ അറ്റ്മോസ്ഫിയറിൽ. എൻ്റെ മൂടങ്ങ് റേസ് ചെയ്യുക. ശരിയാ നീ പറഞ്ഞ. എന്ത് ഫീലാ? നാഥ്, നിനക്ക് എൻ്റെ സർപ്രൈസ് കാണണ്ടേ? വാ. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ഒത്തിരി. എനിക്ക് നീയുള്ളിടം സ്വർഗ്ഗമാണ്. അത് ഈവൻ ഒരു നരകത്തിലാണെങ്കിൽ പോലും നീയുള്ളിടം എനിക്ക് സ്വർഗ്ഗതുല്യ. അത്രയ്ക്ക് ഇഷ്ടമാതി എനിക്ക് നിൻ്റെ പ്രസൻസ്. എനിക്കും ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? പിന്നെയെന്നോ? നിനക്ക് നമ്മുടെ പഴയ റിസോർട്ടിലെ റൂം ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒന്നായ. നമുക്കേ അങ്ങോട്ടേക്ക് പോവാം. ഇതൊക്കെ മൂഡ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് നല്ല മൂഡുണ്ട്. ഈ മൂഡ് പോയാൽ നല്ലൊരു ഫീല് കിട്ടത്തില്ല. അതുകൊണ്ടേ പൊന്നുമ വേഗം എഴുന്നേറ്റ് വാ. വന്നേ. ആ, സാറുമാർ വന്നോ? ആ, വന്നു. പിന്നെ പറഞ്ഞെല്ലാം ചെയ്തിട്ടില്ലേ? നന്നായിട്ടൊക്കെയാണോ ചെയ്തിരിക്കുന്നത്? അല്ലേ അന്നത്തെ പോലെ തൻ്റെ അപ്പൂപ്പൻ്റെ ബിനാല പോലെ ആയി പോവോ? അങ്ങനൊന്നുമല്ല സാർ, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, സൂപ്പറാക്കിയിട്ടുണ്ട്. ചെന്ന് നോക്ക് സാറ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ എപ്പോൾ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതൊന്നും. ആ, അതാണ് ആദിശങ്കർ. അതൊക്കെ ഉണ്ട്. നീ വാ, സമയം കളയണ്ട. ഓ, വരാം. പൊടകള്ള. എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയേട്ടാ. ഇത്രയൊക്കെ സർപ്രൈസ് നീ ഒരുക്കിയിട്ട് എന്നോടൊന്ന് പറയാൻ ഞാൻ പോ. എൻ്റെ ചെറുക്കന് പിണക്കായ. ആ, പിന്നെ സർപ്രൈസ് എന്ന് പറയാൻ വരട്ടെ. ആ ജാക്സനാണ് റൂം ഒരുക്കിയിരിക്കുന്നത്. അന്നത്തെ പോലെ കാടിളകിയാണോ എന്ന് ആർക്കറിയാം. വാ. ആ, ഇതെന്താ വഴിവിളക്കോ? എന്നാലും കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. ഈ റൂം എങ്ങനെയാണോ? ആ, വാവ്, ഇവൻ ഇത്രയും മൂള ഉണ്ടായിരുന്ന? ശരിയാതി, ഞാനും അതാ ചിന്തിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഓ, സൂപ്പറായിട്ടുണ്ട്. എന്നാൽ നമുക്ക് സമയം കളയാതെ അങ്ങ് തുടങ്ങിയാലോ? അതെ, എന്താ? അതെ, എന്താ? അത് എനിക്ക് നീന്. അയ്യോ, ഇനി എൻ്റെ ഊഴ. പിന്നെ കൂട്ടുകാരെ, ഇതിൻ്റെ സ്പെഷ്യൽ പാട്ട് ഞാൻ തട്ടിക്കൂട്ടി എടുത്തതാണേ. നിങ്ങൾ എല്ലാവരും സ്പെഷ്യൽ പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ജസ്റ്റ് അങ്ങനെ സ്പെഷ്യൽ പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുവിധം ഒപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ബൈ.